ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങളിലെ അകലം തുടരുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ വ്യോമാതിർത്തി വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടങ്ങിയ ഈ വ്യോമ ഉപരോധം ഒരു വർഷം പിന്നിടുമ്പോഴും അതിർത്തിയിൽ അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് മെയ് 24 വരെയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി പുറത്തിറക്കിയ ഏറ്റവും പുതിയ നോട്ടീസ് ടു എയർമെൻ അഥവാ നോട്ടാം പ്രകാരം മെയ് 24 പുലർച്ചെ 5:30 വരെ ഈ വിലക്ക് തുടരും. യാത്രാ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതോ ഇന്ത്യൻ കമ്പനികൾ നടത്തുന്നതോ ആയ എല്ലാ വിമാനങ്ങൾക്കും പാക് വ്യോമപാതയിൽ വിലക്കുണ്ട്. മറുവശത്ത് പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ഇന്ത്യ സമാനമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഏപ്രിൽ 24 വരെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്ന വിലക്കെങ്കിലും വരും ദിവസങ്ങളിൽ ഇന്ത്യയും ഈ നിയന്ത്രണം നീട്ടാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാം താഴ്വരയിൽ നടന്ന ക്രൂരമായിട്ടുള്ള ഭീകരാക്രമണമാണ് ഈ കടുത്ത നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളെയും എത്തിച്ചത്. 26 നിർദോഷികളായിട്ടുള്ള മനുഷ്യരുടെ ജീവനാണ് അന്ന് ആ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം ഏപ്രിൽ 24 മുതൽ പാകിസ്ഥാനും ഏപ്രിൽ 30 മുതൽ ഇന്ത്യയും പരസ്പരം വ്യോമാതിർത്തികൾ അടച്ചുപൂട്ടി. വ്യോമപാത അടഞ്ഞതോടെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മറ്റ് അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുമുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി അതിശക്തമായിരുന്നു എന്ന് നമുക്കറിയാം. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തി. യൂസഫ് അസ്ഹർ, അബ്ദുൾ മാലിക് റൌഫ്, മുദസ്സിർ അഹമ്മദ് തുടങ്ങിയ ഉയർന്ന ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ 100-ലധികം തീവ്രവാദികളെയാണ് ഇന്ത്യ ഈ ഓപ്പറേഷനിലൂടെ വകവരുത്തിയത്. ഇന്ത്യയുടെ ഈ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ടതോടെ പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ DGMOയെ നേരിട്ട് വിളിക്കുകയും മെയ് 10 മുതൽ കരയിലും കടലിലും ആകാശത്തുമുള്ള വെടിനിർത്തലിനും സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഇരുവിഭാഗവും ധാരണയിലെത്തുകയായിരുന്നു. നേരിട്ടുള്ള സായുധ പോരാട്ടങ്ങൾക്ക് താൽക്കാലിക ശമനം ഉണ്ടായെങ്കിലും വ്യോമാതിർത്തിയിലെ ഈ അടച്ചുപൂട്ടൽ വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിള്ളൽ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിലും ഭീകരവാദത്തിനെതിരെയുമുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇവിടെ വ്യക്തമാകുന്നത്. അയൽ രാജ്യത്തിന്റെ ഏത് നീക്കങ്ങളെയും നേരിടാൻ പൂർണ്ണ സജ്ജരായി ആണ് ഇന്ത്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ സേന ഇപ്പോൾ നിലകൊള്ളുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വ്യോമയാന നോട്ടീസ് കൂടി വരുന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരും. ന്യൂസ് ഡെസ്ക്.